കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ ഇടതുമുന്നണി അംഗങ്ങൾ തമ്മിൽ ഭിന്നത രൂക്ഷം. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ സിപിഐ അംഗം സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കമ്മിറ്റികളുടെ കൺവീനറെ നിശ്ചയിക്കുന്നതിൽ സിപിഎം മുന്നണി ധാരണ ലംഘിച്ചു എന്നായിരുന്നു സിപിഐ അംഗത്തിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ആദ്യമായി ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ തന്നെ ഇടതുമുന്നണിയിലെ തർക്കം പരസ്യമായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ രൂപീകരണമായിരുന്നു പ്രധാന അജണ്ട. കമ്മിറ്റി കൺവീനർമാരുടെ പട്ടിക അവതരിപ്പിച്ചതോടെ പ്രശ്നം തുടങ്ങി. ആകെയുള്ള 10 സ്ഥിരം സമിതികളിൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി കൺവീനർ സ്ഥാനം സിപിഐക്കുള്ളതാണ്. പക്ഷേ ഇത്തവണ നിലവിലെ കൺവീനറായ ഏക സിപിഐ അംഗം ഡോക്ടർ എസ് ജയനെ സ്ഥാനത്ത് നിന്ന് നീക്കി എല്ലാ കമ്മിറ്റികളും സിപിഎം ഏറ്റെടുത്തു. സിപിഐ പ്രതിനിധിയെ സ്ഥിരം സമിതി കൺവീനർ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ആദ്യമായാണ്. ഇത് എതിർത്ത ജയൻ പ്രധാന കമ്മിറ്റികളിൽ ഏതെങ്കിലും ഒന്നിന്റെ താക്കോൽ സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു. ഇത് അംഗീകരിക്കാൻ സിപിഎം തയ്യാറാകാതെ വന്നതോടെ തർക്കമായി. ഒടുവിൽ ഡോക്ടർ ജയൻ വിസിക്ക് മുന്നിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി യോഗം ബഹിഷ്കരിച്ചു. തെരഞ്ഞെടുപ്പ് സമയം മുതലേ സിപിഎം സിപിഐ ഭിന്നത പ്രകടമായിരുന്നു. സിപിഎം വോട്ട് വിഹിതം നൽകാത്തതിൽ തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി തോറ്റുവെന്നും അതുവഴി ബിജെപി അംഗം ജയിച്ചുവെന്നായിരുന്നു സിപിഐ അന്നുന്നയിച്ച ആരോപണം. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ പൊട്ടിത്തെറി. സിപിഐ മുന്നണി മര്യാദ ലംഘിച്ചു എന്ന് കാണിച്ച് സംസ്ഥാന നേതാക്കൾക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഡോക്ടർ ജയൻ. ഗോപാൽ ശിലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.